ബലാക്കോട്ടയിൽ ജയ്ഷെ മദ്രസ സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടങ്ങൾ ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ തകർന്നതിന്റെ തെളിവുകളാണ് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം പുറത്തുവിട്ടത്. തലീം ഉൾ ഖുർആൻ എന്ന മദ്രസയുടെ ഉടമസ്ഥതയിൽ വനമധ്യത്തിൽ സ്ഥിതി ചെയ്തിരുന്ന 4 കെട്ടിടങ്ങളാണ് നാമാവശേഷമായത്. ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് 2000 ഫൈറ്റർ ജെറ്റുകൾ കൃത്യമായ ലക്ഷ്യബോധത്തോടെ മദ്രസാ അങ്കണം തകർക്കുകയായിരുന്നുവെന്ന് ഉന്നത സൈനിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ബലാക്കോട്ട പ്രദേശത്ത് ഇന്ത്യൻ വ്യോമാക്രമണം നടന്നതായി പാകിസ്ഥാൻ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നെങ്കിലും അവിടെ ഭീകര ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നില്ലെന്ന് പാക് ഔദ്യോഗിക വൃത്തങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. പ്രദേശത്ത് യാതൊരു നാശനഷ്ടവും സംഭവിച്ചില്ലെന്ന് വിശദീകരിച്ച പാകിസ്ഥാൻ ആർക്കും ഇവിടം നേരിട്ട് പരിശോധിക്കാമെന്നും വെല്ലുവിളിച്ചിരുന്നു. പിന്നീട് പ്രതികൂല കാലാവസ്ഥ എന്ന കാരണം പറഞ്ഞ് ബലാക്കോട്ടയിലെ മദ്രസയിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുകയാണുണ്ടായത്. ഇന്ത്യൻ പ്രതിരോധ വകുപ്പിന്റെ അത്യന്താധുനിക സിന്തറ്റിക് അപ്പർച്ചർ റഡാർ പകർത്തിയ ദൃശ്യങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട വാർത്തയിൽ 4 കെട്ടിടങ്ങൾ തകർന്നതായി സ്ഥിരീകരിക്കുന്നു. ജയ്ഷെ നേതാവ് മൗലാന മസൂദ് അസറിന്റെ ബന്ധു ഉസ്താദ് ഖോറി താമസിച്ചിരുന്ന കെട്ടിടവും തകർന്നവയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായില്ലെന്ന് വരുത്തി തീർക്കാൻ 2 ദിവസത്തിനു ശേഷം കെട്ടിടങ്ങൾക്ക് മുകളിൽ ഇരുമ്പ് ഷീറ്റിനാൽ നിർമ്മിക്കപ്പെട്ട മേൽക്കൂരകൾ പുതുതായി വിന്യസിച്ചതായും റഡാർ ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്ന് സൈനിക ഉദ്യോഗസ്ഥൻ അവകാശപ്പെടുകയും ചെയ്തു. റിസർച്ച് ഡെസ്ക് 24.